നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിനു മുമ്പ് എപ്പോഴേലും നന്ദേട്ട ഇതുപോലെ ഇവളെ കണ്ടിട്ടുണ്ടാവും. അതാവും ജാമ്യം എടുക്കാനും ധനുഷിനെ പുറത്തിറക്കാനും ഏട്ടൻ തീരുമാനിച്ചത്. നന്ദേട്ടനെ കുറ്റം പറയാനാവില്ല സച്ചേട്ടാ. ഇവളെ ഈ അവസ്ഥയിലും ഈ മനോഭാവത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അനക്കെ പിടിക്ക, ഇവളെ റൂമിൽ കൊണ്ടാക്കാം. വാങ്ങോട്ട് വേണ്ട. ഇങ്ങോട്ട് കിടത്ത കിടക്ക. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഏട്ടത്തി, ഞാൻ പാവം ഏട്ടത്തി. മോൾ ഉറങ്ങിയോ? ഉറങ്ങി വരുന്നു. ആ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിരുന്നു. മോളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കരച്ചിലിന്റെ കാര്യം ഞാൻ വിശദമായിട്ട് സംസാരിച്ചു. എല്ലാം കേട്ടിട്ട് ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. കുറച്ച് ദിവസം 1 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോ ഈ ബ്രീത്തിങ് പ്രോബ്ലം എല്ലാം മാറുമെന്നാ പറഞ്ഞു. അതെന്തായാലും നന്നായി. എന്നിട്ട് മരുന്ന് എവിടെ? മരുന്ന് ഞാൻ മീനെടുത്തിട്ട് കൈ കൊടുത്തു. സന്ദീപ് ഇതെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത? കുഞ്ഞിന് ഇന്ന് രാത്രി ആവശ്യം വന്നാ അത് നമുക്ക് കൊടുക്കണ്ടേ? അത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ലടോ. അറിയാവുന്നവരെന്നെ കൊടുക്കണം. അർച്ചന എടുത്തിട്ട് കൈ കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീരെടുത്തിട്ട് കൈ തന്നെ കൊടുത്തു. അല്ലെങ്കിലും അർച്ചനേച്ചിയുടെ കയ്യിൽ എന്തിനാ കൊടുക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.